ഹായ് ഫ്രണ്ട്സ്, 4ാം ക്ലാസ്സിലെ ഏറ്റവും പുതിയ പാഠപുസ്തകമാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിനകത്തെ 1ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3rd സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലേഔട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത്. 3ാം ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ട അതുപോലെ തന്നെ ഒരു കേർട്ടൺ റേസറോട് കൂടി ഒരു ചിത്രവും അതിന് താഴെയായിട്ടൊരു സ്ലോഗണും എല്ലാം ഉൾപ്പെടുത്തി വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ സ്റ്റോറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 1ാമത്തെ പേജ് നോക്കൂ. അവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം അല്ലേ? നല്ല റെയിനി സീസണാണ്, മഴ നനഞ്ഞുകൊണ്ട് പക്ഷേ ഒരു കുട്ടി അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് അവൻ ചെയ്യുന്നത്? ഒരു മരം വീണ് കിടക്കുന്നു, അവനത് തള്ളി മാറ്റുകയാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനെ കൊണ്ട് അത് തള്ളി മാറ്റാനൊക്കുമെന്ന്? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞ് വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല, അത്രയും വലിയൊരു മരം എന്ത് ചെയ്യില്ല, തള്ളി മാറ്റാൻ പറ്റില്ല. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു, അതിന് ശ്രമിക്കുന്നു. ഇവിടെ അതിന് താഴെയായിട്ട് നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഒരു സ്ലോഗൻ കാണാം. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ആ ഒരൊറ്റ കോട്ടിൽ നിന്ന് നമുക്ക് ആ ചിത്രം എത്രത്തോളം വ്യക്തമാക്കി തരുന്നു എന്നുള്ളത് അറിയാം അല്ലേ? ഇവിടെ ഗാന്ധിജി പറയുന്നത് എന്താണ്? ഒരു റിയൽ ഹീറോ അല്ലെങ്കിൽ ട്രൂ ഹീറോ ഒരിക്കലും അയാളുടെ ശക്തി കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എന്താണ് അയാളെ ഹീറോ ആക്കി മാറ്റുന്നത്? ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ നയിക്കാനും അതുപോലെ തന്നെ അവർക്ക് പ്രചോദനമാവാനും കഴിയുന്നത് ആരാണോ അയാളാണ് എന്ത്, റിയൽ ഹീറോ. ഇവിടെ കുട്ടി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി അത് കണ്ടു നിൽക്കുന്ന ഒരുപാട് വലിയ ആളുകളിൽ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായേക്കാം. ഇനി നമ്മുടെ 2nd പേജിൽ ഡോർവേ വരുന്നത് എന്താണ്? ഒരുപാട് പിക്ചറുകൾ അവിടെ ഒരു അടുക്കി വെച്ചിട്ടുണ്ട്. അതിലെ ഓരോ പിക്ചറും നോക്കൂ, അതിനകത്ത് എന്തെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇവരെയെല്ലാം നമ്മൾ ഹീറോസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഗാന്ധിജിയെ നമുക്ക് കാണാം, അതുപോലെ ഒരു ഫാർമറുണ്ട്, പിന്നെ ആരെയുള്ള പാരൻസും കുട്ടികളും ഉണ്ട്. ഫ്ലഡ് ഉണ്ടായപ്പോൾ രക്ഷിക്കുന്ന ഒരു രക്ഷാപ്രവർത്തകനെ നമുക്കവിടെ കാണാം, ഒരു ഫയർമാൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ ഹീറോസ് എന്നാണ് പലപ്പോഴും പറയുന്നത്. വൈ ഡു വി കോൾ ദം ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഹീറോസ് എന്ന് വിളിക്കുന്നത്? അവൻ നമുക്ക് പല സ്ഥലങ്ങളിലും ആരാകുന്നു, രക്ഷകരാകുന്നു അല്ലേ? പല സ്ഥലങ്ങളിലും അവർ നമുക്ക് പ്രചോദനമാവുന്നു, പലതും ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രചോദനമായിട്ട് അവർ നിൽക്കുന്നു. ഇതൊക്കെ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ഹീറോസായി കണക്കാക്കുന്നത്. ഇനി എന്തെല്ലാം സ്പെഷ്യൽ ക്വാളിറ്റീസാണ് നമുക്ക് ആ ഹീറോസിൽ കാണാൻ കഴിയുന്നത്? അവരെ ഒരു ഹീറോ ആയി കാണിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ക്വാളിറ്റീസാണ് അവരിൽ നോക്കുന്നത്? ഒബ്വിയസ്ലി ദെയർ കറേജ് അല്ലേ? അവരുടെ ധൈര്യം, എല്ലാ സ്ഥലങ്ങളിലും അവരിറങ്ങിച്ചെല്ലാനും ഏതൊരാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും അവരെന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കൈൻഡ്നെസ്, എല്ലാവരോടും അവരെന്തായിരിക്കും, ദയുള്ളവരായിരിക്കും. ആൻഡ് ഓൾസോ ദേ ആർ ലവിങ് പീപ്പിൾ. അവരെല്ലാവരും എന്ത് ചെയ്യും, എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ സ്നേഹം, ലവ്, കൈൻഡ്നെസ്, കറേജ് ഇതെല്ലാം നമ്മൾക്ക് ഒരു ഹീറോ ആക്കാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ? ഇനി നമുക്ക് പാഠഭാഗത്തോട്ട് കിടക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. എന്താ കറേജ് എന്ന് വെച്ചാൽ ധൈര്യമാണ് അല്ലേ? സോ ഫൺ ടൈം. അവിടെ നോക്കൂ, പിക്ചർ നോക്കൂ, എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ചേച്ചിയും അനിയനുമായിരിക്കാം ആണല്ലോ, ബ്രദർ സിസ്റ്റർ അല്ലേ? അവരെന്ത് ചെയ്യുന്നു, കളിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരുമിച്ച് ഭക്ഷണവും കഴിക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കിയാലോ നമ്മുടെ സ്റ്റോറി. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക്. അവിടെ രണ്ടുപേരുടെയും പേരെന്താണ്? ദിൽനയും ഇസാക്കുമാണ് അല്ലേ? വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്, ഇസാക്ക്, we should go inside. I think it's going to rain. Yes, let's go. Isaac nodded, a little worried. Both of them quickly ran into the house. They went straight to the kitchen and spotted a plate of cookies on the table. Cookies, Isaac said with a big smile as he grabbed one. Dilna too grabbed a cookie. Mom, it's raining, Isaac shouted. There was no reply. നമ്മൾ പറഞ്ഞു, ദിൽനയും അവളുടെ ബ്രദർ ഇസാക്കും കൂടി എന്ത് ചെയ്യുന്നു, ബാക്ക് യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുക്കള മുറ്റത്ത് കളിക്കുന്നു. പെട്ടെന്ന് തന്നെ ദിൽന
സ്കൈയിലേക്ക് നോക്കിക്കൊണ്ട് ഇസാക്കിനോടൊരു കാര്യം പറഞ്ഞു. എന്താ അത്? വി ഷുഡ് ഗോ ഇൻസൈഡ്. നമുക്ക് എന്ത് ചെയ്യാം? അകത്ത് പോകാം. ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. എനിക്ക് തോന്നുന്നു എന്ത്? മഴ പെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഇസാക്ക് എന്ത് പറഞ്ഞു? യെസ്, ലെറ്റ്സ് ഗോ. അവനും തലയാട്ടിക്കൊണ്ട് ഇത്തിരി ഒന്ന് പേടിച്ച പോലെ, അയ്യോ ഇനി മഴ പെയ്യോ എന്നുള്ളൊരു സംശയത്തിൽ പോവാൻ പറഞ്ഞു. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ കിച്ചൺ. അവരെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വീടിനകത്ത് കയറി നേരെ കിച്ചണിലേക്ക് പോയി. ദേ വെൻ സ്ട്രേറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ കിച്ചണിൽ നേരെ ചെന്നപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ടേബിളിൽ കുറച്ച് കുക്കീസ് ഇരിക്കുന്നത് കാണുന്നു. കുക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇസാക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഗ്രാബിഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക എന്നാണ്. അതായത് പെട്ടെന്ന് തന്നെ ഒരെണ്ണം ഇങ്ങെടുത്തു, തട്ടിയെടുത്തു. അതേപോലെ തന്നെ ദിൽനയും എന്ത് ചെയ്യുന്നു? ഒരു കുക്കി എടുക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇസാക്ക് ചെയ്യുന്ന എന്താണ്? അവൻ ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്, മോം ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യുന്നു അമ്മേ, മഴ പെയ്യുന്നു എന്ന് അവൻ എന്ത് ചെയ്യുവാണ്? വിളിച്ചു പറയുകയാണ്. ദ വാസ് നോ റിപ്ലൈ. പക്ഷേ അമ്മയുടെ റിപ്ലൈ ഒന്നും എന്ത് ചെയ്യില്ല, അവന് കിട്ടിയില്ല. ഇവിടെ വെർ ദ ചിൽഡ്രൻ പ്ലേയിങ്. എവിടെയാണ് കുട്ടികൾ കളിച്ചിരുന്നത്? എവിടെയാണ്? ബാക്ക് യാർഡിലായിരുന്നു അല്ലേ? ദെൻ ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നമുക്കെല്ലാവർക്കും മഴയത്ത് കളിക്കാൻ വേണ്ടി ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ദർ വാസ് നോ റിപ്ലൈ എന്ന് പറഞ്ഞു. അമ്മയെ ഇസാക്ക് വിളിച്ചപ്പോൾ റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താ പറ്റിയത്? നമുക്ക് നോക്കാം. ടിയേഴ്സ് ഓഫ് ഫിയർ. ഇവിടെ നോക്കൂ, ആ പിക്ചർ നോക്കൂ, എന്താ കാണുന്നത്? അതെ, അമ്മ അവിടെ വീണ് കിടക്കുന്നു. 2 കുട്ടികളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വന്നിരിക്കുന്നുണ്ട് അല്ലേ? ദെൻ ദേ റാൻ ഇൻ ടു ദ ലിവിങ് റൂം. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. പെട്ടെന്ന് അവർ റിപ്ലൈ കിട്ടാതെ ആയപ്പോൾ അവരെന്ത് ചെയ്തു? ഓടി ലിവിങ് റൂമിലേക്ക് നോക്കിയപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? ഫ്ലോറിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. മോം, ദിൽന കോൾ ലൗഡ്ലി. ഷീ ഡിഡിൻറ്റ് ആൻസർ. അമ്മേ എന്ന് ദിൽന ഉറക്കെ വിളിച്ചെങ്കിലും എന്ത് ചെയ്തില്ല? അമ്മ ആൻസർ ഒന്നും കൊടുത്തില്ല. വൈ ഈസ് മോം ലേയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഇസാക്ക് ചോദിക്കുകയാണ്, എന്താ അമ്മ എന്താ തറയിൽ കിടക്കുന്നേ? ഉറങ്ങുവാണോ എന്ന് ചേച്ചിയോട് ചോദിച്ചു. മോം വേക്കപ്പ്, ഹീ ക്രൈഡ്. കരഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അമ്മയോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. സോ ദിൽന എന്ത് ചെയ്യുമെന്നാണ് അപ്പോൾ? ഡോണ്ട് വറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ. അവൾ ഓക്കെയാണ്, നീ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട എന്ന് ദിൽന അവനെ സമാധാനിപ്പിക്കുകയാണ്. ദിൽന said, trying to console him. Dilna rushed to her mother's side and shook her gently. Mom, please wake up, Dilna begged, but she didn't move. അനിയനെ സമാധാനിപ്പിച്ചിട്ട് അവളെ എന്ത് ചെയ്യുന്നു? അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ ഇങ്ങനെ ഇളക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? എഴുന്നേൽക്കുന്നില്ല. ദിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ, ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻറ്റ് റെസ്പോണ്ട്. ഇസാക്സ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. വീണ്ടും അവൾ ഉറക്കെ അമ്മയെ തള്ളി വിളിച്ചിട്ട് പോലും അമ്മ എന്ത് ചെയ്യുന്നില്ല? ഉണരുന്നില്ല. അപ്പോൾ ഇസാക്ക് എന്ത് ചെയ്യാണ്? പേടിച്ച് കരയാൻ തുടങ്ങി. ഇനി എന്തുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ എഴുന്നേൽക്കാതെ അവിടെ കിടക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഹാപ്പൻ ടു ഹർ? ഇവിടെ നമ്മളെ വീട്ടിലിപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെല്ലുമ്പോൾ അമ്മമാരോ ആരെങ്കിലും ഇങ്ങനെ വീണ് കിടക്കുന്നതോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എന്തൊക്കെ ചെയ്യും നമ്മൾ അവർക്ക് വേണ്ടി? അതോ പേടിച്ച് ഇങ്ങനെ ഇരുന്ന് കരയുവാണോ ചെയ്യുക? അതോ അവരെ രക്ഷിക്കാനുള്ള വേറെ വല്ല വഴികളും നോക്കുവാണോ ചെയ്യുക? സോ ഇവിടെ ദിൽന എന്താ ചെയ്തതെന്ന് നോക്കൂ. ദ കറേജ് എന്താണ്? ധൈര്യമാണ് അല്ലേ? ദിൽന വാസ് ഓൺലി 8 years old, ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. ദിൽനയ്ക്ക് വെറും 8 വയസ്സാണ് പ്രായം. പക്ഷേ അവളുടെ താഴെ ഒരു അനിയനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ ആരാണ്? മൂത്ത കുട്ടിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യണം? അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരിക്കലും അനിയനെ കരയാൻ വിട്ടിട്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പറ്റുമോ? അവളൊരു ചേച്ചിയല്ലേ. അപ്പോൾ ചേച്ചിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങളുടെ കുഞ്ഞനിയന്മാരോ അനിയത്തിമാരോ കരയുമ്പോൾ നിങ്ങൾ പറയാറില്ലേ, അയ്യോ വേണ്ട കരയണ്ട, ഏട്ടൻ ഇത് തരാം, ചേച്ചി ഇത് തരാം എന്നൊക്കെ പറയാറില്ലേ? ഷീ ഫെൽറ്റ് സ്കെയർഡ്, ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ പേടിച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ അവൾക്കറിയാം എന്ത്? അവൾ പേടി പുറത്ത് കാണിക്കാണ്ട് കാമായിരിക്കണം. എന്നിട്ട് അവൾ എന്ത് ചെയ്യുകയാണ്? എല്ലായിടവും നോക്കുവാണ്. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ.
ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. ആ സമയത്ത് അവൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം ഓർക്കുകയാണ്. അവളുടെ ഗ്രാൻഡ് മദറുമായിട്ട് അവൾ ചെയ്യുന്ന ഒരു ഗെയിം, ആ ഗെയിമിൽ ഗ്രാൻഡ് മദർ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത്, നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ ഏത് നമ്പറിൽ ഡയൽ ചെയ്യണം, 101. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എപ്പോഴും സജ്ജരായി ഇരിക്കുന്നുണ്ട്. സോ ദിൽന എന്ത് ചെയ്യുന്നു, ആ എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. വാട്ട്സ് യുവർ നെയിം? Where do you live? Dilna realized it wasn't a game anymore. She knew what she had to do. ഇതൊക്കെ അവൾ ഗെയിം എന്ത് ചെയ്തിരിക്കുകയാണ്, മുത്തശ്ശിയുമായിട്ട് കളിച്ചിട്ടുള്ളതാണ്. അവളും മുത്തശ്ശിയും കൂടി കളിക്കുന്നത് അവൾ ഓർക്കുന്ന ഒരു സ്പീച്ച് ബബിൾ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ. അവിടെ അവൾ എന്ത് ചെയ്യുന്നു, രണ്ടുപേരായി അവർ കളിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വിളിക്കുന്നു, അവിടെ ചോദിക്കുകയാണ് വാട്ട്സ് യുവർ നെയിം, എവിടാണ് എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ദിൽന റിയലൈസ് ചെയ്യാണ് എന്ത്, അത് വെറും ഒരു ഗെയിം ആയിരുന്നില്ല, ഇതേ പ്രൊസീജിയർ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം എന്നുള്ളത് അവൾ തിരിച്ചറിയുവാണ്. അപ്പോൾ ഇനി ഒന്ന് നോക്കൂ, എന്തായിരിക്കാം ദിൽന ഇനി ചെയ്യാൻ പോകുന്നത്. 101 വിളിക്കുമോ? നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും 101 എന്നൊക്കെ അല്ലേ. ആഡായിട്ടും ടി വിയിലും നമ്മൾ പരസ്യങ്ങൾ കാണുന്ന സമയത്തൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി ഒരുപാട് നമ്പറുകൾ ഇതുപോലെ പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദ കോൾ ഫോർ ഹെൽപ്പ്. പിക്ചർ നോക്കി നമുക്ക് കാണാം, ദിൽന എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ആ മുത്തശ്ശി പഠിപ്പിച്ച ആ ഗെയിം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കാം. നോക്കൂ, ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101, ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെർ ഹാൻഡ്സ് were shaking. A lady's voice came on the line. 101, what's your emergency? Dilna took a deep breath. Hello, my name is Dilna. My mom is laying still on the floor, but I can't wake her up. The lady asked, where is your father? Dilna replied, he is working abroad. Okay, Dilna, you are doing a great job. Can you tell me your address? The lady spoke softly but seriously. ഉടനെ ദിൽന എന്ത് ചെയ്യുന്നു, 101 ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുന്നു. അവിടെ ഒരു ലേഡി എന്ത് ചെയ്യാണ്, ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് ആരാണ് വിളിക്കുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോൾ ദിൽന എന്ത് ചെയ്യുന്നു, ഞാൻ ദിൽനയാണെന്നും എൻ്റെ അമ്മ എന്ത് ചെയ്യുവാണ്, ഈ താഴെ വീണ് കിടക്കുവാണ്, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്നീ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദിൽനയോട് ആ ലേഡി ചോദിക്കുന്നുണ്ട് വെർ ഈസ് യുവർ ഫാദർ എന്ന്. അച്ഛൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എവിടെയാണ് ദിൽനയുടെ, ഹീ ഈസ് വർക്കിംഗ് ഇൻ അബ്രോഡ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ദിൽനയോട് ആ ലേഡി പിന്നെ എന്താ പറയുന്നത്, വളരെ സോഫ്റ്റായിട്ടും സീരിയസ് ആയിട്ടും അവരെന്ത് ചെയ്യുന്നു, ദിൽനയുടെ അഡ്രസ്സ് എവിടെയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളും ചോദിച്ചറിയുകയാണ്. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. ഈ സമയത്തെല്ലാം ഗ്രാൻഡ് മദർ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം അവളെപ്പോഴും ഓർക്കുന്നുണ്ട്. ആരോട് ഫോണിൽ സംസാരിക്കുമ്പോഴും ക്ലിയർ ആയിട്ടും സൗണ്ടിലും എന്ത് വേണം, സംസാരിക്കണം. വളരെ പതിഞ്ഞ സ്വരത്തിൽ ഒരുമാതിരി ക്ലിയർ ആവാണ്ട്, ആർക്ക് കേൾക്കുന്ന ആൾക്ക് വ്യക്തമാവാത്ത രീതിക്ക് സംസാരിച്ചാൽ നമ്മളുടെ സമയം പോകുക എന്നല്ലാണ്ട് എന്ത് ചെയ്യില്ല, അതിൽ നമുക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എപ്പോൾ സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ട് സംസാരിക്കണം. ഓക്കെ. I live at 1203 Ramnagar Street in Cheruvapadi. Thank you, Dilna. I will help you, the lady said. Stay on the phone with me until the fireman get there. Okay? Dilna agreed. സോ ദിൽന എന്ത് ചെയ്യുന്നു, അവളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം ആ ലേഡി പറഞ്ഞത് എന്താണ്, സ്റ്റേ ഓൺ ദ ഫോൺ, ഫോണിനടുത്ത് തന്നെ നിൽക്കണം. എപ്പോൾ ഫയർമാൻ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോണിനടുത്ത് തന്നെ നിൽക്കണം. അതെന്തിനാ, അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് നമ്മുടെ വീടെങ്ങാനും കാണാതെ ആയാൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാണ്ടായാൽ അവർക്ക് വിളിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് കിട്ടാനും എമർജൻസിയിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫോണിനടുത്ത് തന്നെ നമ്മളോട് നിൽക്കാൻ പറയുന്നത് അല്ലേ. റിലീഫ്. Dilna heard the siren of the approaching fire engine. Soon there was a knock at the door. ദിൽന എന്ത് ചെയ്യുന്നു, ഫയർ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുക, അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്നു, തട്ടുന്നുണ്ട്. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്, ദിൽന, ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ, ദ ഫയർമാൻ ആർ ദർ.
അപ്പോൾ ലേഡി ഫോണിൽ വിളിച്ചിട്ട് എന്തു പറഞ്ഞു, നീ എന്ത് ചെയ്യൂ, ഡോറ് തുറന്നു കൊടുക്കൂ, ഫയർമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അവൾ ഓടിപ്പോയി ഡോർ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ടു ഫയർമാൻ റഷ്ഡ് ഇൻ. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. ഡോറ് തുറന്നപ്പോൾ അവിടെ എത്ര പേരുണ്ട്, 2 ഫയർമാൻ. അവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. ദിൽന അവരെ ലിവിങ് റൂമിലേക്ക് എന്ത് ചെയ്യുവാണ്, ലീഡ് ചെയ്യുവാണ്. അവിടെ അപ്പോഴും അവളുടെ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ആ തറയിൽ കിടന്നുകൊണ്ടിരിക്കുക. ടൈംലി ഹെൽപ്പ്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. ഫയർമാൻ വന്നു എന്ത് ചെയ്തു, അവരെ അമ്മയെ ചെക്ക് ചെയ്ത് അവർക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. ഫസ്റ്റ് എയ്ഡ് എന്താണ്, നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽപ്പുകൾ കാര്യങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് എയ്ഡ് എല്ലാം. അപ്പോൾ ആ പ്രാഥമിക ശുശ്രൂഷ അവർക്ക് എന്ത് ചെയ്തു, അമ്മയ്ക്ക് ആ ഫയർമാൻ കൊടുക്കുകയും അതുപോലെ തന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ണ് തുറന്നു. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി കൊടുത്ത് അവരെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. മോം, ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ദിൽന സെഡ്. താങ്ക് യു, ദ മദർ സെഡ് സോഫ്റ്റ്ലി, സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. സോ ഇവിടെ അമ്മ കണ്ണ് തുറന്നപ്പോൾ ഇസാക്കിന് ഭയങ്കര സന്തോഷമായി. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അമ്മയെ എന്ന് വിളിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി. അതുപോലെ തന്നെ ദിൽന എന്തു പറഞ്ഞു, അമ്മയോട് പറയുവാണ്, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ഈ ആളുകളാണ് നമ്മളെ എന്ത് ചെയ്തത്, രക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഫയർമാൻ്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ടൊരു താങ്ക് യു പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. ആ സമയത്ത് അമ്മയോട് ഒരു ഫയർമാൻ പറയുവാണ് എന്ത്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അവർ പറയുക എന്ത്, നിങ്ങളുടെ മകൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്, അവളൊരു ഹീറോ ആണ്. എന്തുകൊണ്ടാണ് അവളൊരു ഹീറോ ആണെന്നൊക്കെ പറഞ്ഞത്? നമുക്കറിയാം, വയ്യാണ്ട് അമ്മ കിടക്കുമ്പോൾ എന്ത് ചെയ്യുവാണ്, അവൾ അവിടെ തളർന്നു പോവാണ്ട് അമ്മയെ രക്ഷിക്കാനുള്ള വഴികൾ അവൾ അന്വേഷിച്ചു അല്ലേ. ഇങ്ങനെയൊക്കെ ഫയർമാൻ പറഞ്ഞപ്പോൾ ദിൽനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ഐ വാസ് കെയർഡ്, ദിൽന അഡ്മിറ്റഡ്. I just did what I had to do. The fireman smiled and patted her. അപ്പോൾ സന്തോഷത്തോടെ ആണെങ്കിലും ദിൽന പറയുമോ എന്ത്, ആക്ച്വലി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പേടിച്ചിരുന്നു. പക്ഷേ എന്താണ്, എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും നല്ല മെച്യൂർഡായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഫയർമാൻ എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് അവളെ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. അവൾ ചെറിയ കുട്ടിയാണെങ്കിലും ചെയ്തത് വലിയ കാര്യമാണല്ലേ. ചിലപ്പോൾ കുട്ടികൾ പേടിച്ചു പോയാൽ എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരുന്ന അമ്മേനെ രക്ഷിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അനിയനെ സമാധാനിപ്പിച്ച് ദിൽന എന്ത് ചെയ്തു, വേണ്ട പ്രിക്കോഷൻ എടുത്തു. അവാർഡ് ഫോർ ബ്രേവറി. അപ്പോൾ ഇവിടെ ധൈര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു അവാർഡുണ്ട്. ആർക്കായിരിക്കും അവാർഡ് എന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. After a few days, the fireman invited Dilna to the fire station. They gave her an award. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫയർമാൻ എന്ത് ചെയ്യുകയാണ്, ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുവാണ്. എന്തിനാണ്, അവൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ. ഷീ ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് ശരിക്കും അങ്ങനെ ഒരു ഹീറോ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. പക്ഷെ അവൾ എപ്പോഴും സന്തോഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, അവളുടെ അമ്മ സേഫാണ് അല്ലേ. ആസ് ദേ ഫെൽറ്റ് ദ ഫയർ സ്റ്റേഷൻ, ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ്, യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഫയർ സ്റ്റേഷനിലെത്തിയപ്പോൾ ദിൽന നമ്മുടെ ഇസാക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, നിനക്കറിയോ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിനക്കറിയോ, എനിക്ക് മുത്തശ്ശി പഠിപ്പിച്ച് തന്നതുപോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, പഠിപ്പിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. ഇസാക്ക് അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അന്നേരം അവിടെ ദിൽനയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എന്ത്, താങ്ക്സ് ദിൽന, യു ആർ ബെസ്റ്റ്. അമ്മയാണ് അവളോട് പറയുന്നത് അല്ലേ. ചിരിച്ചുകൊണ്ട് അനിയൻ പറഞ്ഞത് എന്താണ്, താങ്ക്സ് ദിൽന, യു ആർ ബെസ്റ്റ്, നീയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തി
ഒരുപാട് നന്ദി എന്ന് അവളുടെ അനിയൻ എന്ത് ചെയ്യുന്നു, അവളോട് പറയുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങളെപ്പോലെയുള്ള ഒരു കുഞ്ഞു കുട്ടിയാണേ ദിൽന. അവളുടെ അമ്മയ്ക്കൊരു അപകടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വന്നപ്പോൾ അവൾ എങ്ങനെ ബിഹേവ് ചെയ്തു? പേടിച്ചൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണോ ചെയ്തത്? അല്ല, അവൾ എന്ത് ചെയ്തു? വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ പഠിച്ചതോർത്ത് ചെയ്തു. അപ്പം നിങ്ങളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം? വേണ്ട സമയങ്ങളിലെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് എല്ലാ കുട്ടികൾക്കും വേണം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതും ഇനി അങ്ങോട്ടുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ലൈഫിൽ എപ്പോഴാണോ നമുക്കൊരു എമർജൻസി വരുന്നത്, ആ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ദിലിനെ നിങ്ങളൊരു എന്തായി എടുക്കുക, ഒരു റോൾ മോഡലായിട്ട് എടുക്കുക. എന്നിട്ട് അവളെപ്പോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് ബിഹേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ദിലിനയുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ സ്റ്റോറിയിൽ അവൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷൻസ് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അല്ലേ? അപ്പോൾ ഒരിക്കലും പേടിക്കാണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധ ചെലുത്തണം. സോ ഇതാണ് നമ്മുടെ ബിയോണ്ട് ദ ഫിയർ എന്നുള്ള ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റ്. ഈ സ്റ്റോറി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക? സ്റ്റോറി നന്നായിട്ട് കേൾക്കുക. ഒരുപാട് തവണ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ന്യൂ വേർഡ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി എല്ലാം പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കാം. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ ലിസണിങ്. ബൈ.